ഹലോ ഗൈസ്, നമസ്കാരം. ഇപ്പോൾ നമ്മുടെ ഈ നായ്ക്കളുടെ പ്രജനനകാലം കന്നിമാസമാണെന്ന് പറയും. അതുപോലെ ഒരു പ്രത്യേക ഒരു മാസമാണ് ഈ ഒരു മാസമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഓട്ടത്തിൻ്റെ കാലമാണ് ഇത്. ഒരു കല്യാണത്തിന് മുമ്പ് ഓടുന്ന മറ്റൊരു എന്താണ് ഒരു സഹോദരി സ്വന്തം സഹോദരിയുടെ ഹസ്ബൻഡുമായിട്ട് ഒളിച്ചോടുന്ന സഹോദരി, സ്വന്തം ചേച്ചിയുടെ ഹസ്ബൻഡുമായി ഒളിച്ചോടുന്ന സഹോദരി. വിശദമായ കാര്യങ്ങൾ കേൾക്കാം. അത് കേൾക്കാം. എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കും. ഞാനും വിഷ്ണു തമ്മിലുള്ള കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല. എല്ലാവരും കൂടെ നിർബന്ധിച്ച കാരണമാണ് ഞാൻ എല്ലാത്തിനും സമ്മതം മൂടിയത്. ഈ കുട്ടി പറയുന്നത് അവരുടെ ഉറപ്പിച്ച കല്യാണം ഇപ്പോൾ എല്ലാവരും നിർബന്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കല്യാണത്തിന് സമ്മതിച്ചത്. പക്ഷേ എനിക്ക് ആ കല്യാണത്തിനോട് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. വീട്ടുകാരുടെ നിർബന്ധത്തിന് സമ്മർദ്ദത്തിന് വഴങ്ങി ഒരു കല്യാണത്തിലേക്ക് പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഇവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളതാണ്. ഒരു കാര്യം വലിയൊരു നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റ് ഉണ്ട്. ഒന്ന്, ഈ പെൺകുട്ടി വിവാഹത്തിന് മുമ്പ് ഇറങ്ങിപ്പോയതുകൊണ്ട് ഇനി അതിൻ്റെ ലൈഫ് എങ്ങനെ ആവുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എങ്കിലും ഈ കുട്ടി ആ വിവാഹത്തിന് ശേഷം അയാളുടെ കൂടെ ജീവിച്ചതിന് ശേഷമാണ് ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ ഒരാളുടെ ലൈഫും കൂടെ പോയേനെ. ഇപ്പോൾ ഓൾറെഡി ചേച്ചിയുടെ ലൈഫ് പോയിട്ടുണ്ട്. എങ്കിലും ഇപ്പോൾ മറ്റൊരാളുടെ ലൈഫും കൂടെ തകരുന്നതിന് മുമ്പ് അവരുടെ ഇഷ്ടപ്പെട്ട ഒരാളുടെ ഇറങ്ങിപ്പോയത് ഒരു കണക്കിനൊരു മാന്യതയാണെന്ന് നമുക്ക് കണക്ക് കൂട്ടാം. അത് വേറെ എന്തെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിലും ഒരുത്തൻ്റെ ലൈഫ് ഇപ്പോൾ ഓൾറെഡി അയാൾ നാണം കെട്ടിയിട്ടുണ്ടാവും സമൂഹത്തിൻ്റെ മുമ്പിൽ. എങ്കിലും അയാളുടെ ലൈഫ് പോയിട്ടില്ല എന്നുള്ളൊരു കാര്യം ഉറപ്പിക്കാം. ഇനി ബാക്കി കേൾക്കാം. ഇഷ്ടത്തിലാണ്. അത് ഒരാൾക്ക് മാത്രം അറിയുള്ളൂ, ചേച്ചിക്ക് മാത്രം അറിയുള്ളൂ. ചേച്ചി ഒന്നും മിണ്ടാണ്ട് വെക്കായിരുന്നു. അതായത് ഈ കുട്ടി ആ ചേച്ചിയുടെ ഹസ്ബൻഡുമായിട്ട് ഇഷ്ടത്തിലാണ്. അത് അവർക്കൊക്കെ അറിയാമെന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പുള്ളിക്കാരത്തേക്ക് ഇദ്ദേഹം ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. ഈ പ്രണയത്തിന് കണ്ണും മൂക്കും പ്രായവും ഒന്നുമില്ല. സത്യമായിട്ടുള്ള കാര്യമാണ്. അത് ഇറങ്ങി പോകുന്നതിന് ഇപ്പം നമ്മളെല്ലാവരും കാടടച്ച് വെടിവെക്കും. ചിലപ്പോൾ ഇവരെല്ലാവരും ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തും. പക്ഷെ ഒരു കാര്യം നമ്മൾ ചിന്തിച്ചാൽ മതി. ഇവർ ഇനി മറ്റുള്ളവരെ പരസ്പരം ചീറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ വഞ്ചിച്ചുകൊണ്ട് ജീവിക്കുന്നതിനെക്കാട്ടിലും അവരുടെ ആ ഒരു ഇഷ്ടം അവരൊരുമിച്ച് പോവുകയാണെങ്കിൽ ഒരുമിച്ച് ജീവിക്കട്ടെ. അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് അല്ലെങ്കിൽ അതിൻ്റെ എൻഡ് നമുക്ക് പറയാൻ പറ്റത്തില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി കുറച്ച് കാലം കഴിയുമ്പോഴേക്കും ഇതെന്താവുമെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ നിലവിൽ കുറച്ച് പേരുടെ ലൈഫ് തകർത്തുകൊണ്ട് അവർ പോകുന്നതെങ്കിലും ഇവർ കാരണം വീണ്ടും അത് ഒരുപാട് ചതിയിലേക്കും വഞ്ചനയിലേക്കും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പോയത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം പറയാം. എനിക്ക് ഏട്ടനില്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ തന്നെയാണ് ഏട്ടനുള്ളത്. എനിക്ക് ഏട്ടനില്ല ജീവിക്കാൻ പറ്റത്തില്ല, ചേട്ടൻ അതുപോലെ തന്നെ ചേട്ടന് ഞാനില്ലാതെ ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇദ്ദേഹത്തിന് മക്കളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. നിങ്ങളുടെ മക്കളിത് കാണുകയാണെങ്കിൽ ആ കുട്ടികൾ ഈ അച്ഛനെന്ന് പറയുന്ന സ്ഥാനത്ത് ഇനി ആരെയാണാവോ അച്ഛാന്ന് വിളിക്കേണ്ടത്? അതോ ഇനി ആ സ്ത്രീ വേറെ വിവാഹം കഴിച്ചിട്ട് ഇനി അതിനകത്ത് പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ ഒന്നും എനിക്കറിയത്തില്ല. എങ്കിലും നമ്മുടെ സമൂഹത്തിൽ കാണുന്ന പല കാരണങ്ങളും പല കാര്യങ്ങളും കേൾക്കുമ്പോൾ ഇവരുടെ ആ ഒരു ലൈഫൊക്കെ ഇനി എങ്ങനെയായിരിക്കും സ്ട്രഗിൾ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പോകുന്നത്, എന്തായിരിക്കും അവരുടെ ലൈഫിൽ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ലൈഫ് ഇവൻറ്റ്സ് ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല. ചിലപ്പോൾ നിങ്ങളുടെ ഇഷ്ടം തീർത്തു, നിങ്ങളുടെ ഉദ്ദേശങ്ങൾ നടക്കട്ടെ. പക്ഷേ അത് കാരണം കുറച്ച് പേരുടെ ലൈഫും സ്പോയിൽ ആവുന്നുണ്ട് എന്നുള്ളൊരു കാര്യം റിഗ്രറ്റ് ചെയ്യും ഒരിക്കലും. ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും അന്വേഷിക്കാനോ പിടിക്കാനോ ഒന്നും വരരുത്. അവർ പോയി കഴിഞ്ഞാൽ ആരും അന്വേഷിക്കാനോ പിടിക്കാനൊന്നും വരരുത്. ഞങ്ങളെ സ്വതന്ത്രമായിട്ട് അങ്ങ് വിട്ടേക്കെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്ത് പബ്ലിക് ആക്കിയിരിക്കുകയാണ്. ചിലപ്പോൾ ആർക്കെങ്കിലും അയച്ചു കൊടുത്തതും ആവാം. എന്തായിരുന്നാലും ഞങ്ങൾ അന്വേഷിക്കരുതെന്ന് പറഞ്ഞ് ഇടുന്ന ആ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അന്വേഷിക്കാതിരിക്കാനും പറ്റത്തില്ല. അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും ലുക്കൗട്ട് നോട്ടീസ് വരും, നിങ്ങളെ കണ്ടിട്ടില്ല എന്നുള്ള കാര്യം വരും, പോലീസ് സ്റ്റേഷനിൽ കേസാവും, കംപ്ലയിൻ്റ് ആവും, നിങ്ങളെ പൊക്ക് നിങ്ങൾ സ്റ്റേഷനിലേക്ക് വരേണ്ടി വരും. അതിനുശേഷം നിലവിലുള്ള നിയമവും സാഹചര്യം വെച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ പേരിൽ കേസ് വരാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. പ്രായപൂർത്തിയായതാണ്, ഇറങ്ങിപ്പോയതാണെന്ന് പറഞ്ഞാലും ആ ഭാര്യയ്ക്ക് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഇയാൾ പെടും എന്നുള്ള കാര്യവും ഒരു സംശയവും വേണ്ട. ബാക്കിയേക്കാം. വീട്ടുകാരുടെ നിർബന്ധത്തിനാണ് ഞാൻ എല്ലാത്തിനും ഇന്നവരെ സമ്മതിച്ചത്. അല്ലെങ്കിൽ ഇന്ന് ഏട്ടൻ പറഞ്ഞ് നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടോ ഒന്നും കൊണ്ടല്ല ഞാൻ അതിനെ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം. ഞങ്ങൾ പോയി ഇപ്പം നിലവിൽ ഈ വീഡിയോ ഇടുന്നതിൻ്റെ ഉദ്ദേശം തന്നെ കേസ് ആവാതിരിക്കാനും കേസ് ഒന്നും ഉണ്ടാവാതിരിക്കാനും വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നൊരു പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് അസ്ഥാനത്ത് തന്നെ പണി കിട്ടാനുള്ള സാധ്യതയാണ്. നിലവിൽ കിട്ടിയോന്ന് അറിയത്തില്ല. ഇതിപ്പോൾ ചിലപ്പോൾ ഒരു ദിവസത്തിൽ കൂടുതലായെന്ന് തോന്നുന്നു ഈ വിഷയം. കഴിഞ്ഞാലും ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രശ്നം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാകരുത്. ഞങ്ങൾ അത്രയും ഒരു പ്രശ്നം ഉണ്ടാവരുതെന്ന് തന്നെ അവർ പറയുന്നുണ്ട്. അതായത് ഞങ്ങൾ പോയി വേറൊരു ജീവിതത്തിലേക്ക് പോവുകയാണ്, അതുകൊണ്ട് നിങ്ങൾ വേറെ പ്രശ്നം ഉണ്ടാക്കരുത്. ആത്മാർത്ഥത സ്നേഹിച്ച ആൾക്കാരാണ്. ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചിട്ടുണ്ട്. ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെയും ഞങ്ങൾക്കൊരു പ്രശ്നം വരരുത്.
അത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ച കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. പൊന്നനിയത്തിക്കുട്ടി, നീ നീ നിന്റെ കാര്യം മാത്രം പറയുന്നു. ഇദ്ദേഹത്തിന് മക്കളുണ്ടെങ്കിൽ അവരാരെ ഇനി സ്നേഹിക്കേണ്ടത്? അച്ഛനെ എന്നുള്ള സ്ഥാനത്ത് ആരെയാണ് സ്നേഹിക്കേണ്ടത്? അദ്ദേഹത്തിനോടൊപ്പം ജീവിക്കുന്ന അദ്ദേഹത്തിൻ്റെ പങ്കാളി അഥവാ നിൻ്റെ സ്വന്തം ചേച്ചി ഇനി എങ്ങനെയാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? അത് ഒക്കെ ഒരു ചോദ്യമല്ലേ? നിങ്ങളുടെ ഇഷ്ടങ്ങൾ തീർക്കുന്നു, പക്ഷേ മറ്റു കുറച്ച് ആൾക്കാരെ കണ്ണീര് കുടിപ്പിച്ചിട്ടാണെന്ന് മാത്രം. എനിക്ക് ഏട്ടല്ലാണ്ട് ഒരിക്കലും പറ്റില്ല. ഞാൻ അത്ര ഇഷ്ടത്തിലാണ്. ചേട്ടൻ്റെ ഇരിപ്പ് കാണുമ്പോഴാണ് സത്യം പറഞ്ഞാൽ എൻ്റെ വാ ചൊറിഞ്ഞും പറഞ്ഞും വരുന്നത്. വേണ്ട, ഞാൻ കൺട്രോൾ ഇടാൻ പാടില്ല. വർഷങ്ങളോളായിട്ട് ഞങ്ങൾ ഇഷ്ടത്തിലാണ്. അയ്യോ ചക്കടോ ചുത്തുടു വാവാ എടാ നീ കൺട്രോൾ. ഞങ്ങളെ ആരും വരരുത്. ഫസ്റ്റ് ഡയലോഗ് ഭയങ്കര മാസമായിരിക്കും എന്ന് വിചാരിച്ചു. ഞങ്ങളന്വേഷിച്ച് ആരും വരരുത്. ചിരിക്കാൻ പാടില്ല, മറ്റുള്ള ജീവിതമാണ്. ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല, രണ്ടുപേരും പറ്റത്തില്ല, അവരുടെ പിരിക്കാൻ പറ്റത്തില്ല. നമുക്കിനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. പിരിക്കരുത്, ഇവരെ ഇനി പിരിക്കരുത്, ആരും പിരിക്കരുത്. എങ്കിൽ നിങ്ങൾ പിരിഞ്ഞു പോകേണ്ടി വരും. അങ്ങനെ പിന്നെ വീട്ടുകാർ നിജോനും എല്ലാ കാര്യങ്ങളും അറിയാം. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്നൊക്കെ പറയുന്നു. അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ അറിഞ്ഞപ്പോൾ തടയാനും അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കാനും ശ്രമിക്കാത്തത് ആണോ, അതോ ഇദ്ദേഹത്തിൻ്റെ കാരണം കൊണ്ട് പേടിച്ചിട്ടാണോ ഒന്നും അറിയത്തില്ല. അത് അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാ തെളിവും അവളെ കയ്യിലുണ്ട്. ഈ തെളിവും അവളെ കയ്യിൽ തന്നെ കിട്ടുക. എല്ലാ തെളിവുകളും അദ്ദേഹത്തിൻ്റെ ഭാര്യയെ തന്നെ ഏൽപ്പിക്കുകയാണ്. ആ സ്ത്രീയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണേ. എനിക്ക് തോന്നുന്നു ഇയാൾ എന്തോ ആ സ്ത്രീക്ക് ഒന്നും പ്രതികരിക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ടാവുമെന്ന് തോന്നുന്നത്. അപ്പോൾ ഒരിക്കലും ഞങ്ങൾ അന്വേഷിച്ച് വരരുത്. ഞാൻ വരും തിരിച്ചു വരും, എല്ലാ കാര്യവും ശരിയാക്കിയിട്ട്. ഇദ്ദേഹം ഈ പെൺകുട്ടിയെ കൊണ്ട് പോവുകയല്ലേ? എന്ത് കാര്യം ശരിയാക്കാനാണ്? എഞ്ചിൻ പണിക്കാണോ കൊണ്ടുപോകുന്നത്? ആണോ? ഓയിൽ മാറ്റി ഗ്രീസൊക്കെ തേച്ച് വൃത്തിയാക്കി തേച്ച് മിനുക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് കഴിഞ്ഞിട്ട് തിരിച്ചു പോരാന്ന്? എല്ലാ പണിയോ? എഞ്ചിൻ പണിക്ക് പോവുകയാണോ? എനിക്ക് 2-3 ആൾക്കാരെ കൊണ്ടുപോകാനുണ്ട്. ഇനി 3 പേരെ കൊണ്ടുപോകാനുണ്ട്. ആദ്യം ഓൾറെഡി ഭാര്യയെ കൊണ്ടുപോയി, ഇപ്പം ഭാര്യയുടെ സഹോദരി ഇതാ കൊണ്ടുപോകണം. ഇനി ഇവരുടെ ഈ ഒരു പ്രായം വെച്ചിട്ട് ഇനി ഇവരുടെ അമ്മയ്ക്കൊക്കെ ആണെങ്കിൽ ഒരു നല്ല പ്രായമായിട്ടുണ്ടായിരിക്കും, ഈ ഭാര്യയുടെയും ഈ കുട്ടിയുടെയൊക്കെ അമ്മ. അപ്പം അവരെ കൊണ്ടുപോകാനാണെങ്കിൽ ഇനി അത് എത്ര വയസ്സാണ്? നല്ല വാർദ്ധക്യമായിരിക്കും. അവരെയൊക്കെ കൊണ്ടുപോകുന്നതൊക്കെ ആണോ ഉദ്ദേശിക്കുന്നത്? അതോ ഇനി വീടിൻ്റെ അടുത്ത് വേറെ വല്ലതും നോക്കി വെച്ചിട്ടുണ്ടോ? അതിന് വേറെ ആരെങ്കിലുമൊക്കെ ആണോ? ഇനി 3 പേരെ കൊണ്ടുപോകണമെന്ന് തീർന്നിട്ടില്ല ആഗ്രഹം. അപ്പോൾ ഞാൻ വരും. അപ്പം ഇനിയും വരും. ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ, ഇവിടെ ഇല്ലാണ്ടെങ്കിൽ പറ്റില്ല. ചേട്ടൻ വേറെ മൂഡിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അയ്യോ, ഇതൊക്കെ യൂട്യൂബിൽ കാണിച്ച് പണി കിട്ടുമെന്നൊന്നും അറിയത്തില്ല. ഇതിൽ ഞാൻ ഉത്തരവാദിയൊന്നുമല്ല. അവരവിടെ നിന്ന് കാണിച്ച് ഞാൻ കാണിച്ചു തരുന്നേ ഉള്ളൂ. പക്ഷേ ചേട്ടൻ വേറെ മൂഡിലാണ്. ഓക്കെ, അപ്പോൾ സത്യം പറഞ്ഞാൽ വലിയ കഷ്ടമാണ് കേട്ടോ. നമുക്കെല്ലാവർക്കും സ്വതന്ത്രമായ ചിന്തകളുണ്ട്, വ്യക്തികളാണ്. ഓരോ വ്യക്തികളും ഓരോ ജീവിതങ്ങളാണ് ജീവിക്കേണ്ടത്. അവനവൻ്റെ ജീവിതം അവൻ്റെ ഇഷ്ടത്തിന് തന്നെ ജീവിക്കണം. ഇതൊക്കെ ഞാനും എപ്പോഴും ചിന്തിക്കുന്ന കാര്യം തന്നെയാണ്. അവരവർക്ക് ഇഷ്ടമുള്ളതും സ്വതന്ത്രമായി ചിന്തിക്കാനും കഴിയണം, സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയണം. ആരുടെയും അടിമത്തത്തിലോ ആരുടെയെങ്കിലും ഭർസനങ്ങളിലോ ഒക്കെ നമ്മൾ അടിമപ്പെട്ട് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല, സത്യമാണ്. പക്ഷേ എങ്കിലും നമ്മളൊരു കാര്യം മനസ്സിലാക്കാതിരിക്കാൻ നിർത്തില്ല. നമ്മളെ പ്രതീക്ഷിച്ച് കുറച്ച് പേർ ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ ചില ഇഷ്ടങ്ങൾ അതിനുവേണ്ടി ത്യജിച്ച് ജീവിച്ചവരാണ് ഇതുവരെ ജീവിച്ചിട്ടുള്ളത്. നമ്മുടെ ഇഷ്ടങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് പോകുമ്പോൾ നമ്മുടെ ഇഷ്ടം നോക്കി പോകും. നമ്മൾ കാരണം ജനിക്കപ്പെടേണ്ടി വന്ന കുട്ടികളോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്ന മറ്റുള്ളവരോ എന്ന് കണ്ണുനീര് കുടിക്കുന്നൊരു സാഹചര്യം, നമ്മൾ മാത്രം സന്തോഷിച്ച് പോവുകയും ചെയ്യുന്നൊരു സാഹചര്യം വരും. ഇവിടെ അദ്ദേഹം പറയുന്നത് ഇനിയും 3 പേരെ കൊണ്ടുപോകാനുണ്ട്. എന്തർത്ഥത്തിലാണത് പറയുന്നത് മനസ്സിലാവുന്നില്ല. മേ ബി അവിടെ നിന്നുള്ള കുറച്ച് പേരെയും കൂടെ കൊണ്ടുപോകാനായിരിക്കാം. ആരെങ്കിലും ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും കൊണ്ടുപോകാനായിരിക്കും. 3 പേരും ചിലപ്പോൾ 3 കുട്ടികളാവാം, അങ്ങനെയാവാം, ഒന്നും പറയാൻ പറ്റത്തില്ല. എന്തായിരുന്നാലും ചില കാമത്തിൻ്റെയും ശാരീരിക സുഖത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് കുറേ വർഷം കൊണ്ട് സ്നേഹിച്ചവരെന്നാണ് പറയുന്നത്. കുറേ വർഷം കൊണ്ട് സ്നേഹിച്ചവരാണെങ്കിൽ കുറേ വർഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ സഹോദരി, ഈ ഭാര്യയുടെ സഹോദരിയായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട്, ഭാര്യയ്ക്കും അറിയാമെന്നൊക്കെ രീതിയിൽ പറയുന്നു. അപ്പോൾ ഇതിനകത്ത് എല്ലാവരും ഉത്തരവാദികളായിട്ടൊക്കെ വരും. ഇതൊരു കേസാവുകയാണെങ്കിൽ ഇയാൾ പെടും.
പക്ഷേ ഭാര്യയുടെ സഹോദരിയായിട്ട് ഇപ്പം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ശാരീരിക സുഖം മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത്രയും വർഷത്തെ ബന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും അവർ എല്ലാതരം ബന്ധങ്ങളും കടന്നു പോയിട്ടുണ്ടാകും. അപ്പോൾ ശാരീരിക സുഖം മാത്രമായിരിക്കത്തില്ല, ചിലപ്പോൾ ഇയാൾക്ക് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് പറ്റാത്തതായിരിക്കും ഇയാളുടെ ദാമ്പത്യ ജീവിതം. പക്ഷേ ദാമ്പത്യ ജീവിതം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് പറ്റത്തില്ലെങ്കിൽ അവരെ ഒഴിവാക്കി വിവാഹമോചനം നേടി മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്നതാണ് ഒരു മാന്യത. അല്ലാതെ തോന്നിയ പെണ്ണിനോട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പോയിട്ട് വേറൊരിടത്തുനിന്ന് ഫോൺ വിളിച്ച് പറയുകയാണ് ഞാൻ നിൻ്റെ ബന്ധം അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അത് അത്ര നല്ല പരിപാടിയല്ല. നമുക്ക് തോന്നുന്ന സമയത്ത് അപ്പം തന്നെ ഇങ്ങനെ മൊഴിച്ചൊല്ലിക്കളയുന്ന പരിപാടിയൊന്നും എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. എന്തായിരുന്നാലും ഇവരിപ്പോൾ പോകുന്നത് ഈ പോക്ക് എന്തിൻ്റെ പോക്കാണ് എന്നുള്ളത് അറിയത്തില്ല. എല്ലാ പണിയും തീർത്തിട്ട് വരുമെന്നാണ് പറഞ്ഞത്. ആ പണി എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എൻ്റെ വായിൽ ചൊറിഞ്ഞ് വരുന്നുണ്ട് ചില പണികൾ നമുക്ക് മനസ്സിലാവും. കല്യാണം കഴിഞ്ഞവർക്കും അല്ലെങ്കിൽ അത്യാവശ്യം സിംഗിൾ പസംഗക്കും അല്ല എല്ലാവർക്കും അറിയാം ചില പണികൾ അറിയാമായിരിക്കുമല്ലോ. പണികളെ അല്ല ഫുട്ബോൾ ഗ്രൗണ്ടിലൊക്കെ എന്ത് ചെയ്യും, കളിക്കും. അതുപോലെ പാടത്ത് പണി ചെയ്യും. അപ്പോൾ അതുപോലുള്ള എന്തൊക്കെയോ സംഭവങ്ങൾക്ക് വേണ്ടിയിട്ട് പോയി അതെല്ലാം കഴിഞ്ഞിട്ട് മതിയാക്കിയിട്ട് തിരിച്ചു വരാനുള്ള പരിപാടിയാണെന്നാണ് തോന്നുന്നത്. എന്തായിരുന്നാലും വണ്ടി വർക്ക്ഷോപ്പിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി ഏത് വഴിക്കാണ് വണ്ടി ഇറങ്ങി വരിക എന്നുള്ളത് മാത്രം കണ്ടു തന്നെ അറിയണം. സോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ കാണുന്നത് ഗൈസ്. ബൈ.